നമ്മൾ അല്പസമയം മുൻപ് പി വി അൻവറിന്റെ പുതിയ പാർട്ടി രൂപീകരണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. തമിഴ്നാട്ടിൽ പോയതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. എന്തായാലും പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് നിലമ്പൂർ MLA പി വി അൻവർ. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പാർട്ടി പ്രഖ്യാപനം നാളെ മഞ്ചേരിയിൽ തമിഴ്നാട്ടിലെ DMK-യുടെ സഖ്യകക്ഷിയായി കേരളത്തിൽ പ്രവർത്തിക്കും. അരുൺ അമൃത്നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, നാളെ വരെയുള്ള സസ്പെൻസ്, പൊളിറ്റിക്കൽ സസ്പെൻസ് ഇല്ലാതെ രൂപീകരണമൊക്കെ പൂർത്തിയായോ? സ്റ്റാലിനെ കണ്ടോ? ആര്യ, ഒരു മാസക്കാലമായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചോദ്യം അൻവർ എങ്ങോട്ട്, അൻവർ ഇനി എന്ത്? അതിന് തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനൊപ്പം കേരളത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, അൻവറിന്റെ DMK, അതാണ് ഇപ്പോൾ അൻവർ കണ്ടെത്തിയിരിക്കുന്ന ഉത്തരം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവും നിലമ്പൂർ MLA. അത് തന്നെയാണ് അൻവർ ലക്ഷ്യമിടുന്നത്. അത് വലിയൊരു ചോദ്യചിഹ്നമായി CPM-ന് മുന്നിലേക്ക് കൂടി വരും എന്നുള്ളതാണ്. എല്ലാം മഞ്ചേരിയിൽ കാണാമെന്നാണ് അൻവർ ഇപ്പോൾ ഈ നിമിഷം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ആര്യ, നാളെ മഞ്ചേരിയിൽ കാണാം എന്നുള്ളതാണ്. അതെ, അതാണ് ആര്യ ഇതിലെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത്, രാഷ്ട്രീയപരമായ കൗതുകം എന്നുള്ളത്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും CPM ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നേരത്തെ മുതൽ കഴിഞ്ഞ മണിക്കൂറിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. കേരളത്തിൽ അത്രത്തോളം സ്വീകാര്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ് MK സ്റ്റാലിൻ. ഒപ്പം തന്നെ പിണറായി വിജയനുമായും CPM-ഉമായും അടുത്ത ബന്ധമുള്ള നേതാവ്. ആ സ്റ്റാലിനെ കൂട്ടുപിടിച്ചൊരു തിരിച്ചടി, ഒരു പ്രത്യാക്രമണം അൻവർ നടത്തുമ്പോൾ അതിനെ ഇനി എങ്ങനെ CPM പ്രതിരോധിക്കും എന്നുള്ള വലിയ അൻവറിന്റെ DMK, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, എന്നാലും രൂപീകരണം കഴിഞ്ഞു. സ്റ്റാലിനെ കണ്ടു. DMK-യുടെ സഖ്യകക്ഷിയായി വരും. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവാൻ പോവുകയാണ് നിലമ്പൂർ MLA പി വി അൻവർ.